ദീനിന്റെ ഖിദ്മത്തിലായി ആമീൻ. ദീർഘായുസ് വെറുതെ കിട്ടിയിട്ട് കാര്യമില്ല. മുസീബത്ത് ഒപ്പിക്കാനാണെങ്കിൽ പിന്നെ ഉള്ള ആയുസ്സിൽ അവസാനിക്കലാ നല്ലത്. ദീർഘായുസ് തരുന്നതെന്തിനാണ്? അല്ലാഹുവിന്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്യണം. തങ്ങൾക്ക് 30-35 വയസ്സായപ്പോഴേക്കും അല്ലാഹു വലിയ ദറജയാണ്. ഇത്രയും പാരാവാരങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നാളെ മഹ്ശറയിൽ ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, എന്റെ പേരിൽ ഏറ്റവും അധികം സ്വലാത്ത് ചൊല്ലിയവനാണ് എന്റെ അടുത്ത് സ്ഥാനമെന്ന് പറയുമ്പോൾ സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ ബായാറൽ ബുഖാരി തങ്ങൾ ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ വലഭാഗത്ത് നിൽക്കുന്നുണ്ടാകും. ലാ ശക്ക വലാ റൈബ ഖത്ഇൻ ഖത്ആ. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയവർ ഏത് ലക്ഷ്യത്തിൽ സലാത്ത് ചൊല്ലിയാലും സലാത്ത് മഖബൂല. ചില ആൾക്കാർ പറയും ഇത് ആളാവാൻ വേണ്ടിയുള്ള സലാത്താണ്. ചിലർ പറഞ്ഞവരുണ്ടാവും. ഞാൻ എന്താണ് വാട്സപ്പിൽ കണ്ടു, നമ്മുടെ ആൾക്കാർ ചെല്ലുന്ന സലാത്തിന് മാത്രമേ നിങ്ങൾ പോകാവൂ, മറ്റു സലാത്തിന് പോകാൻ പാടില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആരായി നമ്മുടെ ആൾക്കാർ? നമ്മളൊക്കെ ഒന്നല്ലടോ, നമ്മളൊക്കെ രണ്ടാണെന്ന് പഠിപ്പിക്കുന്നതല്ലേ ഏറ്റവും വലിയ വിവരക്കേട്. നമ്മളൊക്കെ ഒന്നല്ലേ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഒന്നല്ലേ? അക്കാര്യത്തിൽ രണ്ടെണ്ണമുണ്ടോ? 4 മദ്ഹബ് ഇവിടെയുണ്ട്. മദ്ഹബിന്റെ ഇടയിൽ എത്ര തർക്കമുണ്ട്? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെയും മാലിക് ഇമാമിന്റെയും ഷാഫി ഇമാമിന്റെയും അഹ്മദ് ഇബ്നു ഹംബലിന്റെയും ഇടയിൽ ലക്ഷക്കണക്കായ മസലകളിൽ തർക്കമുണ്ട്. വലിയവരായ അന്യവരായ സ്ത്രീ പുരുഷന്മാര് തൊലി തമ്മിൽ തൊട്ടാൽ ഷാഫി മദ്ഹബിൽ ഒതു ഔട്ടായി പോയി. എന്നാൽ വലിയവരായ അന്യവരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി നേരം വെളുക്കോളം അങ്ങനെ തൊട്ടുകൊണ്ടിരുന്നാലോ ഹനഫി മദ്ഹബിൽ ഒതു മുറിയുകയില്ല. നമ്മൾ പലപ്പോഴും ഹജ്ജിന് പോകുമ്പോ ഉംറയ്ക്ക് അമീറന്മാരായി പോകുമ്പോ തവാഫിൽ ഒതു മുറിയാതിരിക്കാൻ നമ്മൾ ഹനഫി മദ്ഹബിനെ കൊണ്ട് തഖ്ലീദ് ചെയ്യിപ്പിച്ചിട്ട് ഹാജിമാർക്ക് ഉംറയ്ക്ക് പോകുന്നവർക്ക് ആ മസ്അല പഠിപ്പിച്ചു കൊടുക്കാറാണ് പതിവുള്ളത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറഞ്ഞത് ഇമാമിങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം സമുദായത്തിന് ഖൈറേ വന്നിട്ടുള്ളൂ, സമുദായത്തിന് ദോഷം വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നാണ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഒന്നാണ്, രണ്ടല്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് സ്വീകരിച്ചവരും ഷാഫി മദ്ഹബ് സ്വീകരിച്ചവരും ഹംബലി മദ്ഹബ് സ്വീകരിച്ചവരും മാലിക് മദ്ഹബ് സ്വീകരിച്ചവരും ഏത് മദ്ഹബ് സ്വീകരിച്ചാലും 4 മദ്ഹബ് സ്വീകരിച്ചവരൊക്കെ സുന്നികളാണ്, അവരൊക്കെ ഒന്നാണ്, അവരൊക്കെ വലിയ ശക്തിയാണ്. ആ നിലയിലുള്ള കാര്യം മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ സലാത്ത് ആര് ചൊല്ലിയാലും അതിന് പ്രതിഫലമുണ്ട് കേട്ടോ. എവിടെ വെച്ച് ചൊല്ലിയാലും പ്രതിഫലമുണ്ട്. സലാത്തിന്റെ കിതാബുകൾ നോക്കിയാ കാണാൻ ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ, ഞാൻ വലിയ സലാത്ത് ചെല്ലുന്ന ആളാണെന്ന് കാണിക്കാൻ ഒരാൾ റസൂലുള്ളാഹിന്റെ സലാത്ത് ചൊല്ലിയിട്ട് നാളെ മഹ്ശറയിൽ വന്നാൽ എടോ നീ സലാത്ത് ചൊല്ലിയത് ജനങ്ങളെ കാണിക്കാനല്ലേ എന്ന ചോദ്യം വന്നാൽ റബ്ബവന് മാപ്പ് കൊടുക്കുക തന്നെ ചെയ്യോ. കാരണം റസൂലുള്ളാഹിന്റെ സലാത്ത് ശുക്രിന് വേണ്ടി ചൊല്ലിയാലോ ആളെ കാണിക്കാൻ ചൊല്ലിയാലോ ആ സലാത്തിന് കൂലിയുണ്ട് കേട്ടോ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മാനപ്പെട്ട നമ്മുടെ മഹാനായ ബായാർ തങ്ങളുപ്പാപ്പ സയ്യിദ് അബ്ദുറഹ്മാൻ ബിച്ച്കോയ തങ്ങൾ അൽ ബുഖാരി തങ്ങളുപ്പാപ്പ നമ്മുടെ മജ്ലിസിലെത്തി. അൽഹംദുലില്ലാഹ് ഓരോ പ്രാവശ്യവും ഞാൻ ഈ സലാത്തിനെ പറ്റി ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരികയാണ്, സലാത്തിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. ബഹുമാനപ്പെട്ട തങ്ങളുടെ കൂടെ മൂന്നാക്ക സലാത്തിലും മറ്റു പല സ്ഥലത്തൊക്കെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിലും ബായാറിൽ ഒന്ന് വരണമെന്ന് കൽബിൽ കുറെ കാലമായി ആഗ്രഹം ഉണ്ടായിരുന്നു. സലാത്തിന് മജ്ലിസിൽ വരണോ. അല്ലാഹു ഇന്നാണതിന് തൗഫീഖ് തന്നത്. ഓരോ സമയത്തും മഹാനവർകൾ ഈ വേദിയിൽ വന്ന് ഇതുപോലെ ഇരിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം, എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി നമ്മുടെ മനസ്സിൽ നിറയുകയാണ്.
അല്ലാഹുവേ ഈ മഹാനും സുന്നത്ത് ജമാഅത്തിന്റെ മറ്റ് ആലിമീങ്ങൾക്കുമെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് ദീനിന്റെ ഖിദ്മത്തിലായി നീ നൽകണേ അല്ലാഹ്. സ്വലാത്ത് ഏറ്റവും ഉറക്കെ ചൊല്ലാൻ ആരാണോ ഏറ്റവും ഉറക്കെ സ്വലാത്ത് ചൊല്ലിയത്, ആരാണോ ചെല്ലിപ്പിച്ചത്, അവനാണ് നാളെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഏറ്റവും സ്ഥാനമുള്ളത്. അബൂബക്കറുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ലേ നിങ്ങൾ? ലോകത്തിലെ ഏറ്റവും ഉറക്ക സ്വലാത്ത് ചൊല്ലിയതിന്റെ പേരില് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ റൗള ശരീഫിന്റെ അടുത്തുള്ള ആളുകൾക്ക് സ്വപ്നം കാണിച്ചു. അബൂബക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വരും, അയാളെ എന്റെ ഖബറിന്റെ അടുത്തേക്ക് കടത്തിവിടാൻ പാടില്ല. എന്താ കാരണം? അബൂബക്കറിനോടുള്ള ദേഷ്യമല്ല, അബൂബക്കറിന്റെ ഖബറിന്റെ അടുത്ത് വന്നാൽ എനിക്ക് ഖബറിൽ കിടക്കാൻ പറ്റൂല. ഈ ലോകത്ത് എന്റെ പേരിൽ ഏറ്റവും അധികം സ്വലാത്ത് ചൊല്ലിയ വ്യക്തി അബൂബക്കറാണ്. എന്റെ പേര് എവിടെ കേട്ടാലും ഉറക്കെ സ്വലാത്ത് ചൊല്ലുന്നത് അബൂബക്കർ ബഗ്ദാദിയാണ്. സ്വലാത്തിന് വേണ്ടി മാത്രം വന്നവരാ. വഅദ് അതിന്റെ ഒരു ഉപോത്ബലകം മാത്രമാണ്. ഇൻഷാ അല്ലാഹ് തങ്ങൾ വന്നാൽ സാധാരണ നിൽക്കുന്നത് പോലെ ബഹുമാനപ്പെട്ട ശൈഖുനാ സയ്യിദ് അവർകൾ വന്നാൽ നമ്മുടെ സ്വലാത്തും ദുആയും തങ്ങളുടെ ഉപദേശങ്ങളിലേക്കും കടക്കുകയാണ്. ഞാൻ നിർത്തി. പ്രിയപ്പെട്ടവരെ, എനിക്കിവിടെ വരാനും ഈ മജ്‌ലിസിൽ പങ്കെടുക്കാനും ഭാഗ്യം ലഭിച്ചത് അല്ലാഹു ചെയ്ത ഒരു വലിയ മഹാ സൗഭാഗ്യമായി ഞാൻ കാണുകയാണ്. കാരണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ഏറ്റവും അധികം ചൊല്ലപ്പെടുന്ന മജ്‌ലിസിൽ അത് അവിടുത്തെ പേരക്കുട്ടിക്ക് അല്ലാഹു തആല കനിഞ്ഞരുളിയ ഒരു മുത്ത് കൊടുത്തിരിക്കുകയാണ്. ഒരു മുത്തം ഇട്ടുകൊടുത്തിരിക്കുക തങ്ങളുടെ കൽബിലേക്ക്. ഞാൻ പറഞ്ഞല്ലോ, ആ ഇഖ്ലാസിന്റെ പ്രതീകം കൊണ്ട് കിട്ടിയതാ തങ്ങൾക്ക്. അതിന് നമ്മൾ സന്തോഷിക്കുകയാണ്. കാരണം തങ്ങളോട് വന്നിട്ട് പറയാലോ. ഞങ്ങൾ അടുത്ത പോയപ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ പലരോടും പറയാറുണ്ട്, നമുക്കിപ്പോ വല്ല വിഷമം വന്നാൽ ആരോടാ പോയി പറയാം? ഉള്ളാൾ തങ്ങൾ പാപ്പം മരിച്ചുപോയി. പണ്ട് നമ്മൾ ദ്വാരക്കാൻ പോയിരുന്നത് താജുൽ ഉലമയുടെ അടുത്താണ്. താജുൽ ഉലമ വഫാത്തായി പോയി. പിന്നുണ്ടായിരുന്നത് ഓക്കെ ഉസ്താദുൽ അസാദീദാണ്. അങ്ങും മരിച്ചുപോയി. പിന്നെ മടവൂർ ശൈഖുള്ള സമയത്ത് അവിടെ പോയിരുന്നു, അവിടെ നിന്ന് മരിച്ചുപോയി. ഇപ്പൊ നമുക്കൊരു വിഷമം വന്നാൽ ആരെ സമീപിക്കുമെന്ന് ഒന്ന് ദ്വാരക്കാൻ പറയണമെന്ന് നമ്മുടെ കൽബിലുണ്ടാകുന്നു. അല്ലാഹു തആല ഉയർത്തി കാണിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ഇംബിച്ച്കോയത്തങ്ങൾ ബുഖാരി പായാത്തങ്ങൾ അവർകളെ അല്ലാഹു ദറജ ഉയർത്തി വിലായത്തിന്റെ ദറജയിൽ ഉന്നതമായ സോപാനങ്ങളിൽ എത്തിച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി മുസ്ലിം ഉമ്മത്തിന് മുഴുവൻ സേവനം ചെയ്യാനും ഈ മുസ്ലിം ലോകത്തിന് മുഴുവൻ ഉന്നതിയിലേക്ക് നയിക്കാനുമുള്ള മഹാഭാഗ്യം മഹാനായ സയ്യിദ് അവർകൾക്കും നമുക്കും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യാൻ ഒരുപാട് ആളുകൾ ഇവിടെ എന്നോട് കണ്ണേങ്കാർന്ന് വന്ന ആസിഫ്, അതുപോലെ അബൂദാബിയിൽ നിന്ന് വന്ന സിദ്ദീഖ്, ക്യാൻസറായി കിടക്കുന്ന കിളിമംഗലത്തെ സഹോദരി, അതുപോലെ ബ്രൈനിലേക്ക് രക്തം പോകാത്തതിന്റെ പേരിൽ എറണാകുളത്ത് ആശുപത്രിയിൽ കിടക്കുന്ന സഹോദരൻ. ഇന്ന് എന്റെ ഫോണ് നിന്നിട്ടില്ല. കാരണം ബായാറ് സലാത്തിന് പോവാണെങ്കിൽ ഉസ്താദ് ഒന്ന് അവിടെ പറഞ്ഞു ദ്വാരക്കണം, ഒന്ന് അവിടെ. ഞാൻ പറഞ്ഞു അതൊക്കെ തങ്ങളുപ്പാപ്പാട് പറയാൻ ഞാൻ ദ്വാരക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു ആളൊന്നല്ല. ഞാനൊരു കേവലം ഒരു മൊയ്ലിയര്, അതും ഗവൺമെന്റ് സർവീസിലിരിക്കുന്ന ഒരു മൊയ്ലിയരും കൂടിയാണ്. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ തങ്ങളുപ്പാപ്പാട് പറയണം. അല്ല ഉസ്താദ് നാം മജ്‌ലിസ് ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു. എനിക്ക് എത്രയോ ആളുകൾ ആയിരങ്ങളാണെന്ന് വിളിച്ചിരിക്കുന്ന ഫോണുകൾക്ക് എന്റെ ഫോണിലെ ചാർജിനെ തീർന്നു പോയി ഇറക്കി വെച്ചിട്ട് ഈ വിളിക്കുത്തരം രണ്ടു വാക്ക് പറഞ്ഞു നിർത്തണ്ടേ? അതുകൊണ്ട് അല്ലാഹു തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ അവർക്കൊക്കെ വേണ്ടിയും ദുആ ചെയ്യും, നമുക്കൊക്കെ വേണ്ടിയും ദ്വാരക്കാൻ പറയാത്തവർക്ക് വേണ്ടിയും തങ്ങൾ ദ്വാരക്കുന്നുണ്ട്. അവർക്കൊക്കെ റഹ്മത്തിന് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി ഈ റജബ് മാസത്തിൽ നടക്കുന്ന സലാത്താണ്. അതാ സലാത്തിന്റെ മഹത്വം കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും വീട്ടിത്തരികയും സർവ്വരോഗങ്ങൾക്കും ശിഫ നൽകുകയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുകയും അവസാനം ആഖിബത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ എന്റെ തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തോടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.